നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പപ്പായ വെച്ചൊരു ഹലുവയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ പപ്പായ കൊണ്ടൊരു കറി ഉണ്ടാക്കും, മെഴുക്ക് വരട്ടി, തോരൻ, ഇതൊക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളൂ. ഇപ്പോൾ നമുക്ക് പപ്പായ വെച്ചൊരു ഹലുവ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ പുറത്തുനിന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പുറത്ത് പോയിട്ട് സ്വീറ്റ്സ് ഒന്നും മേടിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹലുവയാണ്. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. നല്ല പഴുത്ത പപ്പായ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരു കളഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിൽ അരച്ചിട്ടും പപ്പായ കൊണ്ട് ഹലുവ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പം ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്ത് എടുത്തിട്ടുള്ള പപ്പായ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഹലുവ ഉണ്ടാക്കാനുള്ള പപ്പായ എടുക്കുമ്പോൾ നല്ല പഴുത്ത് നോക്കിയിട്ട് എടുക്കുക. അതുപോലെ തന്നെ നല്ല കളറുള്ള പപ്പായ നോക്കിയിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്താതെ തന്നെ നല്ല കളറിലുള്ള ഹലുവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള പപ്പായ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി വെന്ത് വരും വേണം. അതുപോലെ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കോൺഫ്ലവർ ചേർത്തിട്ടും ഹലുവ ഉണ്ടാക്കാം. ഞാനിവിടെ കോൺഫ്ലവർ ചേർത്താതെയാണ് ഹലുവ ഉണ്ടാക്കിയത്. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പപ്പായയുടെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടും. ഇത് വഴറ്റി കട്ടിയായി വരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് പപ്പായയ്ക്ക് 4 ടേബിൾ സ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പപ്പായയുടെ മധുരം കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഷുഗർ ചേർക്കാൻ. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് വഴറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കാഷ്യൂ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ആൽമണ്ട്സും റൈസൻസും ഒക്കെ ചേർത്താം കേട്ടോ. ഞാനിവിടെ കാഷ്യൂ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ പപ്പായ ഹലുവ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുക. ഞാനിവിടെ 2 കപ്പ് പപ്പായയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ നമുക്ക് ഹലുവ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹലുവയൊക്കെ പാനിൽ നിന്ന് വിട്ട് വന്നു തുടങ്ങി. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് ഏലക്കായുടെ പൊടി, ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ബൗളിലേക്ക് മാറ്റിയ ശേഷം 5-6 മണിക്കൂർ തണുക്കാൻ വെച്ച ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു പപ്പായ ഹലുവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണ്. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ടേസ്റ്റി ക്യൂൻസ്.